അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നല്ല കുട്ടികളാണ്. ഞാൻ സലാമിന്റെ പാട്ടൊക്കെ പഠിച്ചു, സലാം പറയേണ്ട രീതിയൊക്കെ പഠിച്ചില്ലേ. ഇനി നമ്മൾ പഠിക്കുന്നത് അഊദാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. നല്ല മക്കളാണ്. ഇങ്ങോട്ട് നോക്കിക്കണം, പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിച്ചാണ്. എഴുതുന്ന എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കണം, എന്നെങ്കിലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. നോക്ക്, നമ്മളിതാ എഴുതി. എന്തെഴുതി? അലിഫിന് ഫത്തഹിട്ടപ്പോ എന്തായി? ഇനി നമുക്ക് ഐനാണ്. ഐൻ എവിടുന്നാ വരുന്നത്? ഈ അക്ഷരം എവിടുന്നാ വരുന്നത്? തൊണ്ടയുടെ താഴേറ്റത്. ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചായിരുന്നു, ഹംസായി മാറുമെന്നൊക്കെ അല്ലയോ. ഇനി നമുക്ക് പഠിപ്പിക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അപ്പൊ എന്ന് പറയുന്ന അക്ഷരം തൊണ്ടയുടെ താഴേറ്റത്തുനിന്നും ഐനെന്ന് പറയുന്ന അക്ഷരം തൊണ്ടയുടെ നടുക്കുന്നു മധ്യത്തുനിന്നും അല്ലേ. അടുത്ത അക്ഷരമാണ് വാവാണ്. വാവ് എന്തിനായിട്ടത്? അപ്പൊ നീട്ടാൻ ഉപയോഗിക്കുന്ന 3 അക്ഷരങ്ങളുണ്ട് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? അലിഫ്, യാ, വാവ്. നൂനുണ്ടോ? ഇല്ല. അലിഫ്, യാ, വാവ്. ഫതഹ നീട്ടാൻ അലിഫ്, കസ്റ നീട്ടാൻ, ലമ്മിനെ നീട്ടാൻ ഈ അക്ഷരം കണ്ടല്ലോ. ഇത് ദാലാണ്. എന്താണ്? ദാല് കട്ടിയുണ്ട്. പക്ഷേ ഇപ്പം അല്ലല്ല, ശ്രദ്ധിച്ചോണം. ഇപ്പോൾ എന്താവും? ഒരു പുള്ളി അങ്ങോട്ട് കൊടുത്താൽ ഇതിന്റെ ശക്തി അങ്ങ് കുറയും. ഇതിന്റെ ലാന്നാവും. എന്താണ്? ഞാനിവിടെ എഴുതുവാണ്. ഇനി അടുത്ത നോക്കിക്കോ. ബി കഴിഞ്ഞിട്ട് ഇനി ഒരു അള്ളാഹു ഇടുവാടാ. അള്ളാഹു എന്നാ കിടക്കുന്നത് ഇല്ലയോ. പക്ഷെ അള്ളാഹു എന്നുള്ള അല്ലാഹു എന്ന് പറയും. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന് മുമ്പ് കെസർ വന്നതുകൊണ്ട്. അഊദു ബില്ലാഹി എന്ന് പറയും. അള്ളാഹുവിന് മുമ്പ് കെസർ വന്നാൽ അല്ലാഹു എന്ന് പറയും. എന്ത് പറയും? അപ്പൊ എങ്ങനെ പറയും? അഊദു ബില്ലാഹി. മിടുക്കൻ. അഊദു ബില്ലാഹി എങ്ങനെ പറയും? അല്ല, എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളെ കൊണ്ട് ഔദൊക്കെ ഉപയോഗിച്ച് ഒരുപാട് തെറ്റ് വന്നു, അതുകൊണ്ടാണ് ഇത് എഴുതിപ്പിക്കുന്നത് കേട്ടോ. ഇവിടെ ഔദൊന്നും ശരിയായില്ല. ഔദ് നല്ലോണം ആയെങ്കിലേ ശൈത്താൻ മാറി നിൽക്കത്തുള്ളൂ. ഔദ് നമ്മൾ ശരിയല്ലെങ്കിലോ ശൈത്താൻ നമ്മളെ ഓടി വരും നമ്മുടെ അടുത്ത്. എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. ആര് വരും? ഓതേണ്ടതുപോലെ ഓതിയില്ലെങ്കിൽ. മനസ്സിലായോ? നമ്മൾ ഓതുന്നത് എന്തിനാ? ശൈത്താൻ നമ്മളിൽ നിന്ന് അകലാൻ. ചിലർ ഓതുമ്പോ എന്ത് ചെയ്യും? ശൈത്താൻ ഓടി വരും, എന്നെ വിളിച്ചോന്ന് ചോദിച്ചു. മനസ്സിലായോ? അങ്ങനെ വരരുത്. വരാൻ പാടുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി. നല്ല പവറോട് പറയണം. എങ്ങനെ വേണം? മിനശ് ശൈത്താൻ എഴുതാൻ പോവാ. അഊദു ബില്ലാഹി. അഊദു നോക്കെ, ബില്ലാഹി എഴുതി നോക്കെ. ബില്ലാഹി കണ്ടോ? അഊദു ഇനി എഴുതാൻ പോ നോക്കെ. മീമും നൂനും. മീന എവിടം വരെ ഞാൻ എഴുതിയത് മാത്രമേ പറയാവുള്ളൂ. എന്ത് പറയണം? അഊദു ബില്ലാഹി മീന വരെ എഴുതിയുള്ളൂ. എഴുതിയതേ പറയാവുള്ളൂ. എന്ത് പറയാവുള്ളൂ? അഊദു ബില്ലാഹി മീന. എന്ത് വരെ എഴുതി? മീന. എന്തെഴുതി? മീന. ഇനി നോക്ക്. മീന എഴുതിയല്ലയോ. ഇനി ബാക്കി ഇവിടെ എഴുതുക. അതാണ്ടേ ഒരു ലാമും അലിഫും ലാമും ഉണ്ട് ഇവിടെ അല്ലേ. ഇനി നോക്കേ. മീനശ ഇവിടെ ചേർത്ത് പറയണം. എന്ത് പറയണം? മീന. ഇതോ യാ ആണ്. മീനശൈ. ഇനി നോക്കേ. ഇവിടെ ഒരു അക്ഷരം നോക്കൂ. ഈ അക്ഷരം കണ്ടോ? ഷൈത്ത. ഈ അക്ഷരം പറയുമ്പോ നമ്മൾ പണ്ടൊരു താ പഠിച്ചിട്ടുണ്ട്. വേറെ താ പഠിച്ചിട്ടുണ്ട്. ഈ താ അറിയാമല്ലോ. ഇത് തായ്, ഇതും തോയ. പക്ഷെ 2 വ്യത്യാസമുണ്ട്. ഇത് പറയുമ്പോ വാ നിറയണം, ഇത് വാ നിറച്ച് പറയണ്ട.
ഈ അക്ഷരം പറയുമ്പോ വാ നിറയണം. ത്വ. ഇതോ ത. അപ്പൊ ഷൈത്വ. ഇപ്പോഴോ ഫത്തഹിനെ നീട്ടാൻ എന്ത് വന്നു? നീട്ടുന്ന രണ്ടാമത്തെ അക്ഷരം വന്നു. ലമ്മിനെ നീട്ടാൻ ഫത്തഹിനെ നീട്ടാൻ അലിഫ്. ഫത്തഹിനെ നീട്ടാൻ ലമ്മിനെ നീട്ടാൻ വാവ്. അപ്പൊ നോക്കേ ഇപ്പൊ എന്ത് പറയും? ശൈത്വാനി. എന്താണ്? അഊദു ബില്ലാഹി. നോക്കേ മിനശ്ശ ശൈത്വാനി ആണോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി. ഇനി നമ്മൾ വരാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? നോക്കിക്കോ, അലിഫും ലാമും വീണ്ടും വന്നു. ഇവിടെ അലിഫും ലാമും വന്നില്ലയോ? ഇവിടെ അലിഫും ലാമും വന്നില്ലയോ? അതിന് ഉച്ചരിച്ചോ? ഇനി അതേപോലെ വീണ്ടും നമ്മൾ നോക്കണം. ഒരു അലിഫും ലാമും വരും. അവിടെ ഉച്ചരിക്കത്തില്ല, എഴുത്തിൽ വരും, ഉച്ചാരണത്തിൽ വരത്തില്ല. അതൊക്കെ താണ്ടേ വാ. ഇപ്പോഴെന്ത് വായിക്കും? രണ്ടക്ഷരം മാത്രം പറ. രണ്ടക്ഷരം മാത്രം. റജി. അപ്പൊ ഫത്താണെങ്കിലോ റജ. കെസറാണ്ടോ റജി. വമ്മാണെങ്കിലോ റജു. കണ്ടോ? അപ്പൊ ഇവിടെ എന്താ കിടക്കുന്നത്? റജി. കെസറിനെ നീട്ടാൻ എന്ത് വരും? റജി. റജീം. എന്താണ്? റജീം. അപ്പൊ ഇവിടെ ഫത്തഹിനെ നീട്ടാൻ അലിഫ് വന്നു, കെസറിനെ നീട്ടാൻ യാ വന്നു, ലമ്മിനെ നീട്ടാൻ വാവ് വന്നു. എല്ലാം കണ്ട നീട്ടി കണ്ട. ഒന്ന് ഓതി നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എങ്ങനെ? മോനൊന്ന് ഓദിക്കാൻ പോലെ കുറച്ച് പറ. മോൻ ഓതി എന്താണെന്നറിയോ? തെറ്റെന്തൊക്കെയാണെന്നറിയോ? അഊദു ബില്ലാഹി എന്നാ പറഞ്ഞ. ബില്ലാഹി പറയണം. എന്ത് പറയണം? ബില്ലാഹി. അവിടെ അഊദു. ഇവിടെ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാ. എന്താണ്? ഇതെന്തോ? ഒന്നുകൂടെ മോനെ ഇവിടെ വരെ എന്ന് പറഞ്ഞേ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കണ്ടോ? നൂ പറഞ്ഞു. ശൈത്താനി എന്നുള്ളിടത്ത് ശൈത്താനു എന്ന് പറയും ചിലര്. കണ്ടോ? ഒന്നുകൂടെ പറയാ ഓതെ മോനെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നൂ അല്ല മോനെ, ശൈത്താനിർ റജീം. എങ്ങനെ? റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇച്ചിരി ഇവിടെ നീട്ടിയാൽ നല്ല ഇതായി. ഇവിടെ നീട്ടി നിർത്തണം കേട്ടാ.